ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കും ഫെറേറോ ന്യൂട്ടല്ല കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ വരുമല്ലേ, അപ്പോൾ നമുക്കൊരു ഹാർട്ട് ഷേപ്പിലെ കേക്ക് കണ്ടാലോ. അപ്പോൾ ഇതൊരു ആനിവേഴ്സറി കേക്കാണ്, ½ kg കേക്ക് അത്. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം സ്പഞ്ച് ഞാൻ ചോക്ലേറ്റ് സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഷുഗർ സിറപ്പാണ്. ഫസ്റ്റ് ലെയർ ഷുഗർ സോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ന്യൂട്ടല്ല ക്രീമിനകത്ത് ഞാൻ ന്യൂട്ടല്ല ആഡ് ചെയ്തിട്ട് നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫില്ലിങ്ങിനാണെങ്കിൽ എക്സ്ട്രാ ന്യൂട്ടല്ല മേളിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഫെറേറോ ഇതേപോലെ ക്രഷ് ചെയ്ത് അതും കൂടെ നമ്മളതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഫില്ലിങ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലും നന്നായിട്ട് ഈവൻലി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ബൈറ്റിലും നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ കണക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നല്ലൊരു റിവ്യൂ എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സെയിം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇത് ആർക്കാണ് സെയിൽ ചെയ്ത കസ്റ്റമറിന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റിവ്യൂ ആയിരുന്നു ഇതിന് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഹോം ബേക്കർ ആകുമ്പം ടേസ്റ്റ് എപ്പോഴും നല്ലത് കൊടുക്കാനേ നമ്മൾ ശ്രമിക്കത്തേ ഉള്ളൂ. ഞാൻ ഹോം ബേക്കറായിട്ട് 4 വർഷമായി. 4 വർഷം കൊണ്ട് നമ്മുടെ കൂടെ ഏതൊക്കെ കസ്റ്റമർ നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ആദ്യം സ്റ്റാർട്ടിങ് തൊട്ട് വന്നിട്ടുള്ളത് അവർ തന്നെയാണ് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിക്കാറ്, എനിക്ക് ഓർഡർ തരാറ്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരിക്കും. അവർക്കറിയാം നന്നായിട്ട് റിച്ച് ആയിട്ടുള്ള. പിന്നെ എപ്പോഴും നമ്മൾ ഹോം ബേക്കർ കേക്ക് മേടിക്കുവാണെങ്കിൽ ½ kg കേക്കാണെങ്കിൽ 750 ഗ്രാം വരെ നമുക്ക് പോകും. 1 kg കേക്കാണെങ്കിൽ 1.25 കിലോ വരെ നമുക്ക് അതിൻ്റെ കേക്ക് നമുക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കറിയാൻ പറ്റും. ഇപ്പം ഞാൻ എപ്പോഴാണെങ്കിലും വെയിറ്റ് അളന്നെടുത്ത് കാണിച്ചിട്ട് അവരെ എപ്പോഴും അതിൻ്റെ ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇതിൻ്റെ കേക്ക് എക്സ്ട്രാ തന്നെ ഇത് വന്നേക്കുന്നത്. അപ്പോൾ അവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ നല്ല അടിപൊളി കേക്ക്, അതും നല്ല കൂടുതൽ എനിക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോസ് തന്നെ അധികം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കണം. ചോക്ലേറ്റ് കേക്ക് അധികം ഇടുന്നത്. ചോക്ലേറ്റ് കേക്ക് ഒത്തിരി ഫേവറേറ്റ് എല്ലാവർക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയത്തില്ല ഒരു സിഗ്നേച്ചർ കേക്കിന് സെയിം അതുപോലെ തന്നെ ആയിരിക്കും. അത്രയ്ക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള ടേസ്റ്റാണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഹാർട്ട് ഷേപ്പ് ചെയ്തപ്പോൾ നമ്മളാണെങ്കിൽ ഹാർട്ടിന് ഷേപ്പ് ഉള്ളിടത്ത് ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഹാർട്ട് ഷേപ്പ്. പിന്നെയാണ് നമുക്ക് എക്സ്ട്രാ എവിടെ നമുക്ക് തോന്നുന്നത് പുറത്തൊക്കെ ഇങ്ങനെ തള്ളിയിരിക്കുന്ന പോലെ അപ്പോൾ ആ ഭാഗം സ്പഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ക്രീം നിറച്ച് ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.